ഒട്ടേറെ വേഷങ്ങളിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായതാണ് ഹണി റോസ്. ചെറുതും വലുതുമായ വേഷങ്ങളിലൂടെയാണ് ഹണി മലയാളികളുടെ ഹൃദയം കവർന്നത്. തന്നെ അധിക്ഷേപിച്ചവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച നടിമാരിൽ ഒരാളാണ് ഹണി റോസ്. തനിക്കെതിരെ ദയാർത്ഥ പ്രയോഗം നടത്തുകയും കടുത്ത ഭാഷയിൽ അപമാനിക്കുകയും ചെയ്ത വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് പരാതി നൽകിയിരുന്നു. നിയമ പോരാട്ടത്തിനൊടുവിൽ ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. വിവാദത്തിൽ ഹണി റോസിനെതിരെ ഒരു വിഭാഗം രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഹണിയുടെ വസ്ത്രധാരണത്തിനെതിരെയായിരുന്നു അവരുടെ വിമർശനം. ഹണി മലയാളി പുരുഷന്മാരുടെ ലൈംഗിക ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യുകയാണെന്നും ചിലർ ആക്ഷേപമുയർത്തിയിരുന്നു. ഇപ്പോഴിതാ ഇത്തരം അധിക്ഷേപങ്ങൾക്ക് മറുപടി നൽകുകയാണ് താരം. മലയാളം ന്യൂസ് 18 കൊടുത്ത അഭിമുഖത്തിലാണ് ഹണി റോസിന്റെ പ്രതികരണം. ഒപ്പം നടി വിവാഹിതയാകുന്നു എന്ന വാർത്തകളോടും സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ചും പ്രണയരഹസ്യത്തെക്കുറിച്ചുമെല്ലാം താരം മറുപടി നൽകിയിരിക്കുകയാണ്. സിനിമയിലുള്ളവരോട് പ്രണയം തോന്നിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ടെന്നായിരുന്നു ഹണിയുടെ മറുപടി. മമ്മൂക്ക, ലാൽ സാർ എന്നിങ്ങനെ മലയാള സിനിമയിൽ പലരോടും തനിക്ക് ആരാധനയുണ്ടായിട്ടുണ്ടെന്നും താരം പറയുകയാണ്. സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ചുള്ള നിലപാടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ചോദ്യമല്ല അത്. കാരണം എന്റെ വീട്ടിൽ ഞാനും എന്റെ അച്ഛനും അമ്മയും ഒരുമിച്ചാണ് ഒരു തീരുമാനം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ഒരു പുരുഷൻ എന്റെ തലയിൽ കയറി നിന്ന് ഭരിക്കുന്നത് എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല. ജീവിതത്തിൽ സമത്വത്തിനും ബഹുമാനത്തിനും ഒരുപാട് വില കൽപ്പിക്കുന്നയാളാണ് ഞാൻ എന്നാണ് ഹണി റോസ് പറഞ്ഞത്. താരത്തോട് വിവാഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഭാവിയിൽ ഉണ്ടാവട്ടെ എന്നായിരുന്നു മറുപടി. അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ്. എന്നെ സംബന്ധിച്ച് നല്ലൊരാൾ ജീവിതത്തിലേക്ക് വരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ ആ നല്ലൊരാളിലാണ് സന്തോഷം കിടക്കുന്നത് മുഴുവൻ. എങ്ങനെ നല്ലൊരാളെ കണ്ടെത്തുമെന്നതാണ് ചോദ്യം. ബുദ്ധിമുട്ടിക്കുന്ന ഒരു ടോക്സിക് ബന്ധത്തിൽ തുടർന്നു പോകാൻ പറ്റുന്ന ഒരാളെ അല്ല ഞാൻ. എനിക്ക് എന്റെ സ്വഭാവം നന്നായി അറിയാം. ഏറ്റവും സന്തോഷവും സമാധാനവും തരുന്ന ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള വളരെ തുറന്ന മനസ്സുള്ള ആളെ മാത്രമേ എനിക്ക് ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഇതുവരെ ജീവിതത്തിൽ അങ്ങനെ ഒരാളില്ല. അങ്ങനെ ഒരാളെ കണ്ട് ഇയാളാണ് എന്റെ ജീവിതത്തിലേക്ക് വരേണ്ടതെന്ന് 100% ബോധ്യപ്പെട്ടാലേ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. ജീവിതത്തിൽ പ്രണയം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ വിരഹം അനുഭവിച്ചിട്ടുമുണ്ട്. വളരെ ജെന്യുവൻ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള വ്യക്തിയായിരിക്കണം. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയുമായ ഒരു ജീവിതം ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മുടെ BP കൂട്ടുന്ന ആളെ ജീവിതത്തിലേക്ക് എടുക്കാനാവില്ല. ഞാൻ സമാധാനം വളരെയധികം ഇഷ്ടപ്പെടുന്നയാളാണ്. മലയാളി ആണുങ്ങൾ ഹിപ്പോക്രാറ്റ്സ് ആണെന്ന് കരുതുന്നില്ല. എന്റെ പാർട്ണർ മലയാളിയാണെന്ന നിർബന്ധവും എനിക്കില്ല. ഈ വിവാദങ്ങൾക്കിടയിൽ വന്നൊരു ചർച്ചയാണ് മലയാളി പുരുഷന്മാരുടെ ലൈംഗിക ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യുന്നുവെന്നത്. അങ്ങനെയുള്ള വസ്ത്രം ധരിക്കുന്നുവെന്നൊക്കെ. ഞാൻ എത്രയോ വർഷങ്ങളായി ഉദ്ഘാടന പരിപാടികളിൽ പങ്കെടുക്കുന്നു. അവിടെയൊക്കെ നിരവധി പുരുഷന്മാരെ കണ്ടിട്ടുണ്ട്. അവർക്കൊന്നും അങ്ങനെയൊരു ദാരിദ്ര്യം ഉള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. ഇവിടെ കുറച്ചാളുകൾ ഒരു സമൂഹത്തെ മുഴുവൻ അടച്ചാക്ഷേപിച്ചാണ് പറയുന്നത്. സമൂഹത്തിൽ വളരെ മാന്യരായിട്ടുള്ള സ്ത്രീകളോട് നന്നായി പെരുമാറാൻ അറിയുന്ന ധാരാളം പുരുഷന്മാരുമുണ്ട് എന്നാണ് ഹണി റോസ് വ്യക്തമാക്കിയിരിക്കുന്നത്.